പ്രേംലാലെ, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് സേവനം സജ്ജമാണെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. റൂറൽ കണക്ടിവിറ്റിക്കായി സഹായിക്കാൻ തയ്യാറാണെന്നും മസ്ക് പറഞ്ഞു. ഇത് ഇന്ത്യൻ ഗ്രാമങ്ങളെ എങ്ങനെയായിരിക്കും ഇത് ഇനി ഭാവിയിൽ ഇത് സ്വാധീനിക്കാൻ പോകുന്നത്? കുടുംബത്തിന്റെ ഇന്നവേരുകൾ വെളിപ്പെടുത്തി മസ്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. തുഫൈല, ഇത് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ കാണേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് സംവിധാനം, ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം എന്നാണ് അതിനറിയപ്പെടുക. അതായത് നമ്മുടെ ഭൂമിയുടെ ലോവർ എർത്ത് ഓർബിറ്റില്, അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തില് ചെറിയ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ, ഏതാണ്ട് മസ്കിന്റെ തന്നെ കണക്ക് പറയുകയാണെങ്കിൽ 10,400ഓളം സാറ്റലൈറ്റുകളാണ് ഈ സ്റ്റാർലിങ്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. അതില് പ്രവർത്തന സജ്ജമായത് 9,093 സാറ്റലൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അവര് അത് 12,000 വർദ്ധിപ്പിക്കാനും അവരുടെ കമ്പനിയുടെ മൊത്തം ലക്ഷ്യം 42,000ഓളം സാറ്റലൈറ്റുകൾ നമ്മുടെ ഭൂമിയുടെ ലോവർ എർത്ത് ഓർബിറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് സ്റ്റാർലിങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ ഈ പരമ്പരാഗത ഇന്റർനെറ്റ് വിതരണ സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലേക്ക് കേബിള് വലിച്ചു കൊണ്ടുവന്ന് അത് നേടുക എന്നുള്ളത്, അത് നഗരപ്രദേശങ്ങളിൽ അത് പ്രായോഗികമാണ്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അത് അത്രത്തോളം പ്രായോഗികമല്ല. കാരണം കിലോമീറ്ററുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കേണ്ടി വരും. പിന്നെ നഗര കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനെ വലിയ ഭാരിച്ച പണച്ചെലവ് ഉണ്ടാകും. പീക്ക് സാധ്യതകളൊക്കെ ഉള്ളപ്പോ ഇന്ത്യയിലെ പലയിടത്തും ഇപ്പൊ ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് തന്റെ സ്റ്റാർലിങ്കിന്റെ സേവനം ലഭ്യമാക്കാനായിട്ട് താൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ് എലോൺ മസ്ക് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ നിലവിൽ ഇന്ത്യയിലെ ജിയോയും ഭാരതി എയർടെല്ലും സ്റ്റാർലിങ്കുമായിട്ട് നിലവിൽ സഹകരണത്തിലാണ്. അപ്പൊ നമ്മൾ പരമ്പരാഗതമായി കണ്ടു ശീലിച്ച നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ എത്തിച്ച് മോഡം പ്രവർത്തിപ്പിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ സ്റ്റാർലിങ്കിന്റെ സേവനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഡിഷ് ആന്റിന, അത് നമ്മുടെ വീടിലോ ഓഫീസിലോ അതിന്റെ എവിടെയാണോ അത് ഫിക്സ് ചെയ്യാൻ പറ്റുക അവിടെ ഫിക്സ് ചെയ്യുക. അത് ഉപയോഗിച്ച് നേരെ സാറ്റലൈറ്റുമായി ബന്ധപ്പെടുന്നു. ആ സാറ്റലൈറ്റിൽ നിന്ന് അത് എങ്ങോട്ടേക്കാണോ കണക്ട് ചെയ്യേണ്ടത് ആ ഡിവൈസിലേക്ക് ബന്ധപ്പെടുന്നു. അപ്പൊ ഇത് ഇന്റർനെറ്റ് സേവനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ചും സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്ത് ഇന്റർനെറ്റ് വിതരണ ശൃംഖല ഉള്ളിടത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക കാരണം, ഇപ്പൊ യുദ്ധം മൂലമോ മറ്റോ ഇന്റർനെറ്റ് വിതരണം നശിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോ ഈ സമീപകാലത്ത് ചുവന്ന കടലിൽ ഉണ്ടായ ഒരു പ്രതിഭാസമുണ്ട്. നമ്മൾ ഈ രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി കടലിനടിയിൽ കൂടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തത് മൂലം ചിലയിടങ്ങളിൽ ആ കേബിൾ വിതരണ ശൃംഖല തകരാറിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇലോൺ മസ്കിന്റെ ഈ ഇന്റർനെറ്റ് സേവന സംവിധാനമാണ് പ്രവർത്തന സജ്ജമായത്. നമ്മുടെ ഈ 3G നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ 3G നെറ്റ്വർക്കിനേക്കാൾ വളരെ വേഗതയിലായിരുന്നു നമ്മുടെ ഈ സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സംവിധാനം. അപ്പൊ ഇത്ര വേഗത കിട്ടാനായിട്ടുള്ള കാരണം ഈ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് കേവലം 550 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നമ്മുടെ ലോവർ എർത്ത് ഓർബിറ്റിലാണ് ഈ കുഞ്ഞൻ സാറ്റലൈറ്റുകളെയൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പരമ്പരാഗത ഇന്റർനെറ്റ് വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റുകളൊക്കെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളാണ്. അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്തായിരിക്കും അത്തരം സാറ്റലൈറ്റുകൾ ഉള്ളത്. അപ്പൊ ആ ദൂരം ഒരു പ്രശ്നമാണ്. അപ്പൊ സാധാരണ നമ്മുടെ പരമ്പരാഗത ഇന്റർനെറ്റ് സേവനങ്ങളൊക്കെ ഈ ജിയോ സാറ്റലൈറ്റുകൾ വഴി പ്രവർത്തിക്കുമ്പോൾ ഇത്രയും ഒരു ദൂരം കവർ ചെയ്യാൻ ഉണ്ടാകുന്ന സമയം അത് പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ 5G നെറ്റ്വർക്ക് സംവിധാനം വന്നതോടുകൂടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനത്തിലൂടെ 5G സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവർക്ക് ഈ സ്റ്റാർലിങ്കിനേക്കാൾ വേഗതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്റ്റാർലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ, ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട ചില മേഖലകളിലോ ഉണ്ടെങ്കിൽ അവിടെ ഈ സംവിധാനം ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമാക്കാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർലിങ്ക് ഈ ഒരു മുത്തുമാല പോലെ ചില സമയത്ത് നമ്മുടെ ആകാശത്ത്, ഭാഗ്യമുള്ളവർ ചിലവർ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ നീങ്ങുന്നത് ചിലർക്ക് ദർശിക്കാൻ പറ്റും. അതിന്റെ കാരണം
നിരവധിയായ സാറ്റലൈറ്റുകൾ ഈ സ്റ്റാർലിങ്കിന്റെ ഭാഗമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു ആകാശ കൗതുക കാഴ്ചയായിട്ട് ചിലർക്കെങ്കിലും അത് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ഇലോൺ മസ്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇന്ത്യൻ വേരുകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി, ഭാര്യയല്ല, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ, അത് ഷിവോൺ സില്ലീസ് എന്നുള്ളതാണ്. അവര് നമ്മുടെ ഇലോൺ മസ്കിന്റെ തന്നെ സ്ഥാപനമായ ന്യൂറാലിങ്ക്സിന്റെ ഡയറക്ടർ കൂടിയാണ്. അപ്പൊ ഇവർക്ക് 4 മക്കളുണ്ട്. അതില് ഒരാളുടെ പേര് മുൻ ആസ്ട്രോഫിസിസിസ്റ്റ് ഇന്ത്യൻ വംശജനായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, നോബൽ സമ്മാന ജേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ശേഖർ ചേർത്താണ് തന്റെ ഒരു കുട്ടിക്ക് പേരിട്ടിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ഇലോൺ മസ്ക്. അതേപോലെ ശിവോൺ സെല്ലീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പങ്കാളി, അവര് ഇന്ത്യൻ വംശജയാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയത്. ആദ്യമായിട്ടാണ് ഇലോൺ മസ്ക് തന്റെ കുടുംബത്തിന്റെ ഇന്ത്യൻ വേരുകളെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഈ ഷിവോൺ സില്ലീസ് കാനഡയിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഇന്ത്യക്കാരിയാണ് വാസ്തവത്തിൽ. അപ്പൊ അവര് വളർന്നതും വിദ്യാഭ്യാസം നേടിയതും നമുക്ക് കാനഡയിലാണ്. അതുകൊണ്ട് കനേഡിയൻ സംസ്കാരത്തിൽ വളർന്ന ഒരു സ്ത്രീയാണ് അവർ. ഇലോൺ മസ്കിന് ഇവരെ കൂടാതെ മുമ്പ് ഔദ്യോഗികമായിട്ട് വിവാഹം കഴിച്ച 2 ഭാര്യമാരുണ്ട്. വിവാഹബന്ധം വേർപെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് പല പങ്കാളികളിലായിട്ട് നിരവധി കുട്ടികളുണ്ട് എന്നുള്ള കൗതുകരമായ സംഗതിയുണ്ട്. ഈ ബന്ധത്തിൽ 4 കുട്ടികളുണ്ട്. കുറെ കുട്ടികളെയൊക്കെ വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇലോൺ മസ്ക് സമ്പാദിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് വളരെ പ്രതീക്ഷയോടെ സംസാരിക്കുന്നു. അദ്ദേഹം ഈ സ്റ്റാർലിങ്കിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സംരംഭമായ ടെസ്ല ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ്. അവർക്ക് ഇന്ത്യൻ വിപണിയിൽ വേരുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇലോൺ മസ്ക് നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. കാരണം ഇന്ത്യക്ക് ഇന്ത്യൻ ബ്രാൻഡുകളോടാണ് പ്രിയം. പ്രത്യേകിച്ച് ടാറ്റയും അതേപോലെ പെട്രോൾ വാഹന ശ്രേണിയിലുള്ള മാരുതി സുസുക്കി, അത്തരം കമ്പനികൾക്കാണ് ഇന്ത്യൻ നിരത്തുകളിൽ ഇപ്പോഴും പ്രിയം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ടെസ്ല എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബ്രാൻഡിനെ ചിലരെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. സമീപ ഭാവിയിൽ ഇലോൺ മസ്കിന്റെ ആ ഒരു സംരംഭവും ഇന്ത്യയിൽ വേരോടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.